ഹായ് ഹലോ ഫ്രണ്ട്സ്, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അമ്മക്കൂടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ജോലി കഴിഞ്ഞ് തിരികെ വരും വഴി ഒരു മുരിങ്ങ മരം കണ്ടു. അതിൽ നിറച്ച് മുരിങ്ങയ്ക്കുണ്ട്. നമുക്ക് കയ്യെത്തി പറിക്കാവുന്ന അത്ര ഉയരവേ ഉള്ളൂ. ഞാൻ അതിൻ്റെ ഉടമസ്ഥനോട് അനുവാദം വാങ്ങിയതിന് ശേഷം കുറച്ച് മുരിങ്ങയ്ക്ക പൊട്ടിച്ചെടുത്തു. ആ മുരിങ്ങയ്ക്ക കൊണ്ട് ഇന്ന് നിങ്ങൾക്ക് ഞാൻ മുരിങ്ങയ്ക്ക അച്ചാറാണ് കാണിച്ചു തരാൻ പോകുന്നത്. മുരിങ്ങയ്ക്ക കൊണ്ട് രുചികരമായ അച്ചാർ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ആദ്യം മുരിങ്ങയ്ക്കയെ നല്ലവണ്ണം കഴുകി എടുത്തതിന് ശേഷമാണ് അതിൻ്റെ തൊലി ഇങ്ങനെ ചീകി ഞാൻ എടുക്കുന്നത്. മുരിങ്ങയ്ക്ക കഴുകിയതിന് ശേഷം വെള്ളമെല്ലാം ഒപ്പിയെടുക്കണം. എന്നിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത്രയും നീളത്തിൽ വേണം മുരിങ്ങയ്ക്ക മുറിച്ചെടുക്കാൻ. ഇത്രയെങ്കിലും നീളം വേണം. നോക്കിക്കേ, ഈ ഒരു നീളത്തിൽ. അപ്പോൾ ഞാൻ എടുത്ത മുരിങ്ങയ്ക്കയെല്ലാം നല്ലതുപോലെ തൊലിയൊക്കെ ചീകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനെല്ലാം ആ കാണിച്ച അതേ നീളത്തിൽ മുറിച്ചെടുത്ത് മാറ്റി വെച്ചു. ഇനി പതിവ് പോലെ നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം. നല്ലതുപോലെ എണ്ണ വേണം കേട്ടോ, എന്നാലേ ഈ അച്ചാർ നല്ല രുചിയായിട്ട് നല്ല വഴന്നും കിട്ടത്തുള്ളൂ. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയ്ക്ക നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഒരു 1.5 മിനിറ്റ് വഴറ്റിയാൽ മതിയാവും. എനിക്ക് പറ്റിയ അബദ്ധം നിങ്ങൾക്ക് പറ്റരുത്. കാരണം ഞാൻ 2 മിനിറ്റോളം ഇട്ട് വഴറ്റി എൻ്റെ മുരിങ്ങയ്ക്കയുടെ എല്ലാം കളർ മാറിപ്പോയി. ഇത് ഒരുപാട് മൂത്ത് കഴിഞ്ഞാലുണ്ടല്ലോ, അതായത് മൊരിഞ്ഞ് കഴിഞ്ഞാൽ അച്ചാർ ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ കാമ്പ് എടുത്ത് കഴിക്കാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് 2 മിനിറ്റ് വേണ്ട, 1.5 മിനിറ്റ് വഴറ്റിയാൽ മതി എന്ന് പറഞ്ഞത്. ഇനി വേറൊരു പാൻ ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് 1/2 സ്പൂൺ ഉലുവ, 1 സ്പൂൺ കടുക് ഇട്ടതിന് ശേഷം അത് പൊട്ടിത്തുടങ്ങുമ്പോൾ മാറ്റി വയ്ക്കാം. അത് പൊടിച്ചെടുക്കണം. ചെറിയ ജാറിലിട്ട് നമ്മളത് പൊടിക്കാനായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് പുളിയുണ്ടല്ലോ, വാളംപുളി, അത് ഒരു വലിയ നാരങ്ങ വലിപ്പത്തിലുള്ള വാളംപുളിയെ ഞാൻ നല്ല ചൂടുവെള്ളത്തിനകത്തിട്ട് അതിൻ്റെ സത്ത് മുഴുവനും ഞെരടി പിഴിഞ്ഞെടുത്തതിന് ശേഷം അത് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുക. കാരണം വേറൊന്നുമല്ല, അതിനകത്ത് മണ്ണോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലോ എന്ന് കരുതിയിട്ടാണ്. അരിച്ച് മണ്ണൊക്കെ മാറ്റിയതിന് ശേഷം നമ്മൾ ഉലുവയും കടുകും പൊടിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി അതേ മിക്സിയുടെ ജാറിനകത്ത് നമുക്ക് ഒരു 6 അല്ലെങ്കിൽ 7 വെളുത്തുള്ളി ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് വെക്കണം. ഇനി ഒരു 6 വറ്റൽമുളക് നമുക്കെടുത്ത് വട്ടം വട്ടം നുറുക്കി മാറ്റി വെക്കണം. ഇനി നമുക്ക് ഇത് റെഡിയാക്കാൻ വേണ്ട ബാക്കിയുള്ള സാധനങ്ങൾ: 1/2 സ്പൂൺ ഉലുവ, 1/2 സ്പൂൺ കടുക്, 1 സ്പൂൺ നല്ല ജീരകം, ആ ക്രഷ് ചെയ്തെടുത്ത വെളുത്തുള്ളി, പിന്നെ പൊടിച്ച കടുകും ഉലുവയും. അപ്പോഴേക്കും നമ്മുടെ പുളിച്ചാറൊക്കെ കുറുകി പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ആ മുരിങ്ങയ്ക്ക വറുത്ത എണ്ണയിലേക്ക് തന്നെ കടുക്, ഉലുവ ഇത് രണ്ടും പൊട്ടിയതിന് ശേഷം നല്ല ജീരകം കൂടി ഇട്ട് പൊട്ടിക്കണം. ഇത് 3ഉം പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയെ ഇതിലിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം. വെളുത്തുള്ളി ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഒരുപാട് കരിഞ്ഞു പോകണ്ട, ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ആ മുളക്, വട്ടം വട്ടം മുറിച്ച് വെച്ചിരിക്കുന്ന വറ്റൽമുളക് ചേർത്ത് കൊടുക്കണം. ഇനി ഈ തവിയുടെ പാകം കണ്ട ആ തവിക്ക് 1.5 തവി മുളക് പൊടി നമ്മൾ ചേർത്ത് കൊടുക്കും. ഇത് കാശ്മീരി മുളകും നമ്മുടെ മറ്റേ എരിവുള്ള മുളകും കൂടെ ഒന്നിച്ചിട്ട് പൊടിച്ചതാണ്. ഇനി അതിലേക്ക് നമ്മൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2 സ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവയും കടുകും കൂടെ നമ്മളതിൽ ചേർക്കും. പിന്നെ 1 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കും. ഇനി ആ വറ്റി കുറുക്കി വെച്ചിരിക്കുന്ന പുളിസത്തും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിനെ എല്ലാത്തിനെയും കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. പുളിയുടെ പച്ചച്ചൊവയൊന്നും മാറേണ്ട കാര്യമില്ല, നമ്മൾ എന്തായാലും പുളി വറ്റിച്ചെടുത്തതാണ്. ഇനി ബാക്കിയുള്ള വെള്ളവും കൂടെ ഒന്ന് പറ്റി ഏകദേശം ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ആ വഴറ്റി വെച്ചിരിക്കുന്ന മുരിങ്ങയ്ക്കയെ ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന മുരിങ്ങയ്ക്ക ചേർത്ത് കൊടുക്കും. മുരിങ്ങയ്ക്ക ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. ഇത് നന്നായി ഇളക്കി വഴറ്റി ആ മസാലകളിലേക്കൊക്കെ നന്നായി യോജിപ്പിച്ചെടുക്കുക. ഇനി നമുക്ക്
നന്നായി വഴണ്ടതിന് ശേഷം അരപ്പെല്ലാം ഇതിലേക്ക് യോജിച്ചതിന് ശേഷം തീ ഓഫ് ചെയ്യുക. ഇതിരിക്കും തോറും ഇതിൽ നിന്ന് നമ്മൾ ചേർത്ത് കൊടുത്ത എണ്ണകളെല്ലാം ഇറങ്ങി വരും. വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എണ്ണ ഈ വഴറ്റുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാം. ആ എണ്ണ ചൂടായതിന് ശേഷം തീ ഓഫ് ചെയ്താൽ മതി. ഞാൻ ഇതിനു മുമ്പ് ഒരു തക്കാളിയുടെ അച്ചാറിട്ടിട്ടുണ്ടായിരുന്നു. അതിനൊരുപാട് വ്യൂസ് ഉണ്ട്. പക്ഷേ എനിക്ക് അതിനനുസരിച്ചുള്ള ലൈക്കും ഇല്ലായിരുന്നു, സബ്സ്ക്രൈബും ഇല്ല. അപ്പം ഇത് കണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്ന് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്, മടിക്കരുത്. അപ്പോൾ പുതിയ പുതിയ വീഡിയോസുമായി ഇനി വരുന്നത് വരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.